ഒടുവിൽ അത് തന്നെ സംഭവിച്ചു. രേണുസുതിക്ക് എതിരെ മകൻ സംസാരിച്ച് തുടങ്ങി, വീഡിയോകൾ ചെയ്തു തുടങ്ങി. കാരണം എന്താണ്? ആ പയ്യൻ പറയണ കാരണം എന്താണ്? ഒരു രണ്ടാനമ്മയുടെ ക്രൂരമായുള്ള ഒറ്റപ്പെടുത്തലുകളും കുത്തുവാക്കുകളും ഒരുപാട് അനുഭവിച്ചൊരു വ്യക്തിയാണ് രേണുവിൻ്റെ മകൻ എന്ന് പറയുന്ന ആൾ. അപ്പോൾ ആ പയ്യൻ ചെറുപ്പത്തിലുണ്ടായതും ഒറ്റപ്പെടുത്തലുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒരു രണ്ടാനമ്മയിൽ നിന്ന് ക്രൂരമായുള്ള വാക്കുകളും കേട്ടുകൊണ്ടാണ് അത് വളർന്നത്. അങ്ങനെ വളർന്ന് അവൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ, അവൻ്റെ അച്ഛൻ മരിച്ച് കിടക്കുമ്പോൾ തന്നെ അവൻ്റെ അച്ഛൻ്റെ 1 ലക്ഷം രൂപ ഇരിക്കുന്നതാണ്. അത് തട്ടിയെടുക്കാൻ നോക്കിയതാണ് രേണുവിൻ്റെ അച്ഛൻ, തങ്കച്ചൻ എന്നാണ് അവൻ പറയണത്. അത് ഒരുപാട് വിഷമത്തിലാണ് പറയണത്. ഒരു മകൻ്റെ രോദനാണത്. രേണു ഇപ്പോൾ എവിടെയോ എത്തി, എങ്ങനെയോ എത്തി, കുറേ കാശുണ്ടാക്കുന്നുണ്ട്, എന്തെന്നൊക്കെയുണ്ടെങ്കിലും നമ്മൾ എത്ര ഉയരത്തിൽ പറഞ്ഞാലും നമ്മൾക്ക് ചോട്ടിൽ വന്നിട്ട് സമ്മാനം മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഉയരത്തിൽ പറക്കും തോറും നമ്മുടെ വീഴ്ചയുടെ ആഘാതം കൂടും. ആ ആഘാതം കൂടുന്നത് പിന്നെ ചിലപ്പോൾ നമുക്ക് അവിടെ നിന്ന് കരകയറാൻ പറ്റില്ല എന്ന് വരും. ആ ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ രേണു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഉദാഹരണമായിട്ട് നമുക്കൊരു വീഡിയോ കാണാം. പോയി എന്താ ബാർ ഡാൻസ്, തേങ്ങ ഡാൻസ്, ഡീറ്റെയിലുകളൊക്കെ കിട്ടിക്കോട്ട്. അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ ബാക്കി കഥകൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. പക്ഷെ നമ്മുടെ ചാനലിൽ എങ്ങനെ പറയുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് വേറെ ചാനലുകളുണ്ടല്ലോ, ഞാൻ ഇന്റർവ്യൂ എടുക്കാൻ വരുമ്പോൾ അവർക്കെങ്കിലും ഈ തെളിവുകൾ കൊടുക്കാം. വരട്ടെ. അഹങ്കരിക്കുന്നത് ആപത്താണ് എന്നാണ് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത്. എന്നെ പോരിന് വിളിക്കാനൊന്നും ഈ ജമ്മ, ഈ പെങ്കൊച്ചിന്, ഈ വധവൽ പെണ്ണിനായി ആവില്ല. കാരണം അന്തസ്സായി ജീവിക്കുന്നവനാണ് ഞാൻ. ഉപ്പും പിടിയും ചോറേ ഉള്ളെങ്കിലും അന്തസ്സായി ജീവിക്കുന്ന, വാടക വീട്ടിൽ ജീവിക്കുന്ന ആളാണ് ഞാൻ. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ ഗൾഫിൽ സ്ഥിരമായി പോയി എന്താ ബാർ ഡാൻസ്, തേങ്ങ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് വഴിവിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് അഭിമാനത്തോടെ എന്നെ വെല്ലുവിളിക്കുകയാണ്. കാനഡ വിഷുവലെന്ന്. ഞാനാ ഇതിന്റെ വിഷുവലല്ല പറഞ്ഞത്. ഞാൻ കണ്ട വിഷുവൽ ഇതിന്റെ അല്ല. ഒരു അവതാരകയാണ്. ആഴ്ച പിമ്പിരിയായപ്പോൾ എല്ലാം ഊരി പറിച്ചെറിഞ്ഞു. കൂടെ ഇരിക്കുന്നവരെല്ലാം കൂടെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ഒരുത്തം ഒളിച്ചിരുന്ന് ഇത് മുഴുവൻ ഷൂട്ട് ചെയ്തു. ആ വീഡിയോ ആണ് ഞാൻ കണ്ടത്. ഇദ്ദേഹം പറഞ്ഞത് ശരിക്കും ഈ രേണുസുതി ചെയ്യുന്നതിൻ്റെ ഒരു അംശം പോലും ആയിട്ടില്ല. അതിലും കൂടുതൽ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുക. നാടകങ്ങളും ബാലകളും കാമലീലകളും കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളും എല്ലാം പയറ്റിക്കൊണ്ടിരിക്കുക. അത് കണ്ടുകൊണ്ട് കുറേ ആൾക്കാർ അതിനെ വീഡിയോ ചെയ്തുകൊണ്ടും കുറേ ആൾക്കാർ രേണുവിനെ വീഡിയോ ചെയ്തുകൊണ്ടും ജീവിക്കുന്നുണ്ട്. അത് അതിനേക്കാളും വലിയ വൃത്തികേടാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവള് ചെയ്യുന്ന തെമ്മാടിത്തരങ്ങളും അതുപോലെ തന്നെ കോപ്രായങ്ങളും ഒക്കെ കാണിച്ച് വീഡിയോ ചെയ്ത് അവർ ലക്ഷങ്ങൾ സമ്പാദിക്കുക. അതങ്ങനെ ഒരു കൂട്ടം, ഇത് ഇങ്ങനെ ഒരാൾ. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ രേണുവിൻ്റെ ജീവിതം സുരക്ഷിതം. പക്ഷേ മക്കളെ ജീവിതം കൂടി രേണു നോക്കണം. ഇതാണ് നമ്മൾ പറയണത്. ഇരിക്കുന്ന വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഈ വധവിലിനെയൊക്കെ മറുപടി പറയേണ്ടി